ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുറച്ച് പ്ലാന്റ്സിൻ്റെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ. മൺസൂൺ ആയതുകൊണ്ട് തന്നെ 5 രൂപ മുതൽ 70 രൂപ വരെയുള്ള പ്ലാന്റ്സാണ് നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു കലാത്തിയ പ്ലാന്റ് ആണ്. കലാത്തിയ പ്ലാന്റ് ഇതിനു മുമ്പ് നമ്മൾ സെയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ ഏകദേശം കൊടുക്കുന്നതിൻ്റെ ഏറ്റവും കുറഞ്ഞ സൈസാണ് കേട്ടോ കാണിച്ചു തരുന്നത്. ഏകദേശം ഈ 2 സൈസൊക്കെയാണ്. ചെറിയ സൈസാണ് കേട്ടോ കാണിച്ചു തരുന്നത്. കാരണം ചെറിയ സൈസ് കാണിക്കുമ്പോഴാണ് കൂടുതൽ ബെറ്റർ എന്ന് തോന്നുന്നു. അപ്പോൾ ഈ പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് 45 രൂപയ്ക്കാണ്. കഴിഞ്ഞാണ് നമ്മൾ 50 രൂപയ്ക്കാണ് കൊടുത്തിരുന്നത്. ഈ കലാത്തിയ പ്ലാന്റ്സിൻ്റെ ആവശ്യത്തിന് പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അടുത്തത് നമ്മുടെ ഈ ഒരു കലാത്തിയാണ് കേട്ടോ. ഈ കലാത്തിയും കഴിഞ്ഞ തവണ നമ്മൾ സെയിലിട്ടിട്ട് ഒരുപാട് പേര് വാങ്ങിയതാണ് കേട്ടോ. അപ്പം ഇപ്പോൾ ഏകദേശം വെയിലൊക്കെ കുറഞ്ഞ് നമ്മുടെ കലാത്തിയ പ്ലാന്റ്സിനൊക്കെ പറ്റിയൊരു ക്ലൈമറ്റായിട്ടൊക്കെ നിൽക്കുകയാണ്. മഴ അധികം കൊള്ളാതിരുന്നു കഴിഞ്ഞാൽ നല്ല രസമായിട്ട് ചീഞ്ഞ് പോകണ്ടൊക്കെ നിന്നോളും. ഇതിൻ്റെയും കൊടുക്കുന്നതിൻ്റെ മിനിമം സൈസാണ് കേട്ടോ കാണിച്ച് തന്നിട്ടുള്ളത്. ലീവ്സ് അന്നത്തെ സൈസ് തന്നെയാണ് കേട്ടോ. ലീവ്സിനൊക്കെ ഏകദേശം 2 ലീഫ് 3 ലീഫ് സ്റ്റേജൊക്കെ പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുന്നത് 30 രൂപയ്ക്കാണ്. അടുത്തത് ഈ ഒരു പ്ലാന്റാണ് കേട്ടോ. ഇത് നമ്മുടെ ഒരു വയലറ്റ് തെച്ചി പോലത്തെ ഫ്ലവറിൻ്റെ പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ ഈ സൈസിലെ പ്ലാന്റ്സാണ് നമ്മൾ കൊടുക്കുന്നത്. വേറെ സൈസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു റെഫറൻസിന് വേണ്ടി ഈ ഒരു സൈസ് എടുത്ത് കാണിച്ചാണ്. ഏകദേശം ഇതൊക്കെ തന്നെയായിരിക്കും കേട്ടോ പ്ലാന്റിൻ്റെ സൈസും. ഈ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് 35 രൂപയ്ക്കാണ്. അപ്പോൾ ഇതിൻ്റെ ആവശ്യത്തിന് പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. നല്ല റൂട്ടൊക്കെ വന്ന പ്ലാന്റാണ് കേട്ടോ. ഇത് കണ്ടോ, കാണിച്ചു തരാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ പിടിച്ചേക്കണത്. നല്ലോണം റൂട്ടൊക്കെ വന്നിട്ടുണ്ട് ഇതിനകത്ത്. പെട്ടെന്ന് തന്നെ ഫ്ലവർ കിട്ടുള്ളൂ കേട്ടോ. അടുത്തത് നമ്മളുടെ ഈ ഒരു പർപ്പിൾ വൈനാണ്. പർപ്പിൾ വൈൻ്റെ അത്യാവശ്യം പ്ലാന്റ്സ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഒരുപാട് പേര് വാങ്ങാറുള്ളതാണ്. നല്ല കളറായിട്ടൊക്കെ നിൽക്കുകയാണ് കേട്ടോ. 15 രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ പർപ്പിൾ വൈൻ കൊടുക്കുന്നത്. നമുക്ക് ടവർ കയറ്റാനൊക്കെ ഏറ്റവും നല്ലൊരു പ്ലാന്റാണ്. അടുത്തത് നമ്മളുടെ ഈ ഒരു സ്യൂഡോറാന്തമം വെറൈറ്റിയിൽപ്പെട്ട ഈ ഒരു പ്ലാന്റാണ്. ഇത് നമ്മൾ കഴിഞ്ഞ തവണ ഇട്ടപ്പോഴും കുറേ പേര് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിന് മുമ്പ് ഇട്ടപ്പോഴും വാങ്ങാറുണ്ടായിരുന്നു. ഇത് ശരിക്കും നമ്മൾ നല്ല തണലത്താണെങ്കിൽ ഇതുപോലെ ഫുൾ പിങ്ക് ആയിട്ട് വരും കേട്ടോ. നല്ല രസമാണ്. ഇതിൻ്റെ ഫ്ലവറിൻ്റെ പിക്കൊക്കെ നേരത്തെ വീഡിയോയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പിങ്ക് പ്രിൻസസിൻ്റെ പോലെയൊക്കെ നിൽക്കും ശരിക്കും. നല്ല ഫുൾ പർപ്പിൾ പിങ്ക് ആയി കഴിയുമ്പോൾ. അടുത്തത് ഈ ഒരു സിങ്കോണിയാണ് കേട്ടോ. ഈ സിങ്കോണിയം നമ്മൾ നോർമലി കാണാറൊക്കെ ഉള്ളതാണ്. എന്നാൽ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ സിങ്കോണിയം നമ്മൾ 10 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ ആവശ്യത്തിന് ഒരുപാട് പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇത് തണലത്ത് നിൽക്കുമ്പോൾ ഏകദേശം ഈ ഒരു ഷെയ്ഡാണ്, ഒട്ടും വെയിലില്ലാത്ത സ്ഥലത്ത് നിൽക്കുമ്പോൾ. അടുത്തത് നമ്മളുടെ ബ്രസീൽ പോത്തൂസാണ്. ബ്രസീൽ പോത്തൂസ് ഇതിനു മുമ്പ് നമ്മൾ ഇടാറുള്ളതാണ്. ബ്രസീൽ പോത്തൂസിൻ്റെ ആവശ്യം തൈകൾ അവൈലബിൾ ആണ്. 20 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇത് ഏകദേശം സൈസാണ് കാണിച്ച് തന്നിട്ടുള്ളത്. അപ്പം ഇത് കണ്ടിട്ട് മാത്രം വാങ്ങിക്കാം കേട്ടോ. ഞാൻ എല്ലാ തവണയും സൈസ് കാണിച്ച് തന്നിട്ടാണ് അയക്കാറുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബുദ്ധിമുട്ട് പറയുമ്പോൾ ആ ഒരു ഇത് തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ എടുത്ത് കാണിക്കുന്നത്. ഏകദേശം ഇതേ സൈസാണ് കേട്ടോ പ്ലാന്റ്. എല്ലാ തവണയും കൊടുക്കുന്ന ഏകദേശം സൈസൊക്കെ തന്നെയാണ് കേട്ടോ. വെയിലൊക്കെ കുറഞ്ഞ കാരണം ഇതിനകത്ത് നല്ല ഭംഗിയായിട്ടൊക്കെ ഇത് കണ്ടോ, നല്ല രസമായിട്ട് ഷെയ്ഡൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അടുത്തത് ഈ ഒരു പ്ലാന്റാണ്. ഈ പ്ലാന്റ് നമ്മൾ 5 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇത് എല്ലാ തവണയും 5 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പോഴൊക്കെ ഒരുപാട് പേര് വാങ്ങാറുള്ളതാണ്. ഇത്തവണയും ഇതിൻ്റെ ഒരുപാട് പ്ലാന്റ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അടുത്തത് ഈ ഒരു സിങ്കോണിയാണ് കേട്ടോ. ഈ ഒരു സിങ്കോണിയം നമ്മൾ കോമൺ ആയിട്ട് ഉണ്ടായിരുന്നത് തന്നെയാണ്. പക്ഷേ ഇത് പ്രത്യേക ഭംഗിയുള്ളൊരു സിങ്കോണിയാണ്. അപ്പോൾ നല്ല വെൽവറ്റി ഷെയ്ഡൊക്കെയാണ്, നല്ല തണലത്തൊക്കെ വെച്ചേക്കണമെങ്കിൽ. ഇത് നമ്മൾ 15 രൂപയ്ക്കാണ് ഈ ഒരു സിങ്കോണിയം കൊടുക്കുന്നത്. ഈ സിങ്കോണിയത്തിൻ്റെ ആവശ്യത്തിന് പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അടുത്തത് ഈ ഒരു എപ്പീഷ്യ പ്ലാന്റാണ്. ഈ എപ്പീഷ്യ പ്ലാന്റ് റെഡ് കളർ ഫ്ലവറാണ് കേട്ടോ. ഇത് പല സൈസിലുള്ളതുണ്ട്. ഇത് എല്ലാവരും ഒരുമിച്ച് തന്നെ വെച്ചതാണ്. അപ്പം ഈ പ്ലാന്റിൻ്റെ ആവശ്യത്തിന് പ്ലാന്റ്സ് ഉണ്ട് നമ്മുടെ കയ്യിലിപ്പോൾ. അടുത്തത് നമ്മളുടെ ഈ ഒരു കലേഡിയം പ്ലാന്റാണ്. ഇത് പിങ്ക് കലേഡിയാണ്. ഇപ്പോൾ പിങ്ക് കളറൊക്കെ ചിലതിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കണ്ടോ, ഒന്നെങ്കിൽ ഇത് 2 ലീഫ് അല്ലെങ്കിൽ 3 ലീഫ് സ്റ്റേജ് പ്ലാന്റ്സ് ഒക്കെയാണ് ഇരിക്കുന്നത്. ഈ പ്ലാന്റ് നമ്മൾ 70 രൂപയ്ക്കാണ് ഇത്തവണ കൊടുക്കുന്നത് മൺസൂൺ ആയതുകൊണ്ട്. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ഒരുപാട് പ്ലാന്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക, പെട്ടെന്ന് തീർന്നു പോകും. അടുത്തത് ഈ ഒരു ക്രോട്ടൺ പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഈ ക്രോട്ടൺ പ്ലാന്റിൻ്റെ അത് തന്നെ അറിയാം, കുറേ പ്ലാന്റ്സ് ഉണ്ട്. നല്ല രസമുള്ളൊരു ക്രോട്ടൺ പ്ലാന്റാണ്. റെഡും ഇതുപോലെ ഒരു യെല്ലോ കളറൊക്കെ, നല്ല ഒരു ഗ്രീൻ കളർ ഷെയ്ഡൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്കിതൊക്കെ ബുഷിയായിട്ട് നിർത്താനൊക്കെ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. ഇതിൻ്റെ നമ്മൾ വെച്ചിട്ട് ഏകദേശം ഒരു 3-4 ആഴ്ചയായി. റൂട്ടൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിലുള്ളൊരു പ്ലാന്റ് എടുത്ത് ഞാൻ മാറ്റി നോക്കിയാൽ റൂട്ടൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്.
നല്ല രസമുള്ളൊരു ക്രോട്ടൺ പ്ലാന്റിൻ്റെ വെറൈറ്റിയാണ് കേട്ടോ. ക്രോട്ടൺ പ്ലാന്റ് അറിയാമല്ലോ, നമുക്ക് തണലത്ത് വെച്ചാലും മഴയത്ത് വെച്ചാലും നല്ല ഭംഗിയായിട്ട് നിന്നോളും. അടുത്തത് ഈ ഒരു പ്ലാന്റാണ് കേട്ടോ, നമ്മുടെ സ്കാലറ്റ് ക്ലോക്ക് വൈൻ്റെ പ്ലാന്റാണിത്. ഇതിൻ്റെ കൊടുക്കുന്ന സൈസൊക്കെയാണ് കേട്ടോ കാണിച്ചിട്ടുണ്ട്. പല സൈസ് ഉണ്ട് കേട്ടോ. ഇതും പെട്ടെന്ന് ഇതിപ്പോൾ നീളത്തിലൊരു വൈൻ പോലെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ബാക്കി ചിലതൊക്കെ ഇങ്ങനെ വൈൻ പോലെ നീണ്ടിട്ടുണ്ട്, ചിലതിലിങ്ങനെ വന്ന് ഒരു 2-3 തൈയൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാം ഒരേ സ്റ്റേജിലെ പ്ലാന്റ്സാണ്. അത്യാവശ്യം നല്ല പ്ലാന്റ്സാണ് കേട്ടോ കൊടുക്കുന്നത്. ഇപ്പോൾ 75 രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ ഇത്തവണ കൊടുക്കുന്നത്. അടുത്തത് ഈ ഒരു ഫിലോഡൻഡ്രോൺ ആണ് കേട്ടോ. ഈ ഫിലോഡൻഡ്രോൺ നമ്മൾ ഇതിനു മുമ്പൊക്കെ സെയിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് വാങ്ങിയിട്ടുള്ളതാണ്. നമ്മുടെ ബെർലിമാക്സ് ഫിലോഡൻഡ്രോൺ ആണ്. ഇതിൻ്റെ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് 10 രൂപയ്ക്കാണ് കേട്ടോ. ഈ പ്ലാന്റും ആവശ്യത്തിന് പ്ലാന്റ്സ് നമ്മുടെ കയ്യിലവേ. നല്ല വെൽവെറ്റി ഷെയ്ഡാണ് കേട്ടോ. ഇപ്പോൾ മഴയൊക്കെ പോയി തണലൊക്കെ അയക്കുന്നുണ്ട്. ഇത് നമ്മളുടെ എപ്പീഷ്യ പ്ലാന്റാണ്. ഇതിനകത്തൊരു നല്ല തണല വെച്ചേക്കണമെങ്കിൽ ഇതിനകത്തൊരു പിങ്ക് ഷെയ്ഡ് വരും കേട്ടോ. 15 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. റെഡ് കളർ ഫ്ലവറാണ് കേട്ടോ. അടുത്തത് ഈ ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ പേര് കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല, പക്ഷെ നമുക്ക് ഹാങ്ങിങ് ആയിട്ടൊക്കെ നല്ല രസമായിട്ട് ഇടാൻ പറ്റിയൊരു പ്ലാന്റാണ് കേട്ടോ. വെറും 5 രൂപയ്ക്കാണ് നമ്മൾ ഈ പ്ലാന്റ് കൊടുക്കുന്നത്. നമുക്ക് നിറച്ചിങ്ങനെ ഹാങ്ങിങ് ആയിട്ടും അതുപോലെ ലോൺ ഏരിയയൊക്കെ സെറ്റ് ചെയ്യാൻ നല്ല രസമാണ് കേട്ടോ. അടുത്തത് നമ്മളുടെ ഒരു ക്രിസ്മസ് കലേഡിയാണ്. ക്രിസ്മസ് കലേഡി ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഷെയ്ഡ് ഇങ്ങനെ വന്നുള്ളൂ. നല്ല ഷെയ്ഡിൽ തണലത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം ഷെയ്ഡ് വരും കേട്ടോ. 2 ലീഫ് സ്റ്റേജ് പ്ലാന്റ്സ് ഒക്കെയാണ് കേട്ടോ ഉള്ളത്. 2 ലീഫ് നല്ല ഷെയ്ഡ് വന്നല്ലെങ്കിൽ നല്ലോണം അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ ലീഫുള്ള ഒരു പ്ലാന്റ് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഉള്ളത്. 2 കളറൊക്കെ ഇങ്ങനെ വന്നൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്രിസ്മസ് കലേഡിയത്തിൻ്റെ ആവശ്യത്തിന് പ്ലാന്റ്സ്, ഇപ്പോൾ കലേഡിയം പ്ലാന്റ് ഈ സമയത്തൊക്കെയാണല്ലോ കൂടുതൽ നല്ലത്. അതിൻ്റെ ആവശ്യത്തിന് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. അടുത്തത് ഈ ഒരു പിങ്ക് കളറിലെ സിങ്കോണിയം പ്ലാന്റാണ് കേട്ടോ. ഈ സിങ്കോണിയം പ്ലാന്റിൻ്റെ ഇത്രയുള്ളത്. പിന്നെ ഒരു 3 ലീഫ് സ്റ്റേജ് പ്ലാന്റ്സ് ഒക്കെയാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഓരോന്നും പ്ലാന്റിൻ്റെ തന്നെ സൈഡിലൊക്കെ നട്ടേക്കാനാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കറക്റ്റായിട്ട് സൈസ് ഇങ്ങനെയൊക്കെ കാണിച്ച് തന്നത്. നല്ല പ്ലാന്റ്സ് ഒക്കെയാണ് കേട്ടോ എല്ലാനും. അടുത്തത് നമ്മുടെ ഈ ഒരു പ്ലാന്റാണ്, ഈ ഗാർഡൻ പ്ലാന്റ്. ഇതിൻ്റെ പേര് ഞാൻ മറന്നു പോയിട്ടോ. ഇത് നമ്മൾ എല്ലാ തവണ ഇടാറുണ്ട്, അത് പെട്ടെന്ന് തന്നെ തീർന്നു പോകാറുണ്ട്. ബാക്ക് സൈഡിൽ നല്ല റെഡ് കളറാണ്. ഇതിൽ കണ്ടും നല്ല വെരിഗേഷനൊക്കെ വന്നിട്ടുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. നല്ല രസമായിട്ട് നമുക്ക് ബുഷിയായിട്ട് നിർത്താൻ പറ്റിയ പ്ലാന്റാണ്. പിന്നെ നമ്മുടെ ബോർഡറായിട്ട് സെറ്റ് ചെയ്യുന്ന പ്ലാന്റാണിത്. ഞാൻ വിചാരിച്ചത് അധികം പേർക്കൊന്നും വേണ്ടി വരത്തില്ല എന്നായിരിക്കും, മിക്ക സ്ഥലത്തും ഉണ്ടാവുന്നതാണ്. പക്ഷേ ഇത് ഒരുപാട് പേര് വാങ്ങുന്നുണ്ട് കേട്ടോ. അടുത്തത് നമ്മുടെ ഈ ഇത് ടർട്ടിൽ വൈൻ്റെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ. ഇത് ഒരുപാട് ഹാങ് ചെയ്ത് കിടക്കില്ലെങ്കിൽ നല്ല ബോൾ പോലെ നമുക്ക് കിടക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ഒരു ഫിലോഡൻഡ്രോൺ ആണ്. ടവർ കയറ്റാനും ഹാങ്ങിങ്ങിനൊക്കെ നല്ലൊരു പ്ലാന്റാണ് കേട്ടോ. ഇത് വേറെ ഫിലോഡൻഡ്രോൺ ആണ് കേട്ടോ. ഇതും കഴിഞ്ഞവണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അത്യാവശ്യം നല്ല പ്ലാന്റ്സ് നമ്മുടെ കയ്യിലുണ്ട്, അവൈലബിൾ ആണ്. ഇതുപോലെ നല്ലൊരു ലെമൺ യെല്ലോ കളറാണ് കേട്ടോ ഈ ഫിലോഡൻഡ്രോൺ. ഇതുണ്ടോ, ഇത് ഞാൻ സൈഡിൽ ഇങ്ങനെ ഒടിച്ച് കുത്തിയിട്ടുള്ളതാണ് തണലത്തായിട്ട്. നല്ല ലെമൺ യെല്ലോ കളറാണ്. പിന്നെ ഒരാൾ ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ വീഡിയോ ഇടുന്ന ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറന്നു പോയിട്ടില്ല കേട്ടോ. അതെന്തായാലും ഇട്ടേക്കാം. അപ്പോൾ ഇന്നത്തെ സെയിൽ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.